ആഗസ്റ്റ് 15 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിൻ്റെ 76-ാം സ്വാതന്ത്ര്യദിന വാർഷികം. ഐതിഹാസികമായൊരു സമരത്തിലൂടെ 2 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്നൊരു അടിമത്തത്തിൽ നിന്നും ഒരു മഹാരാജ്യത്തിൻ്റെ വിലപ്പെട്ട സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ആവേശകരവും ധീരോജ്വലവുമായ സ്മരണയ്ക്ക് മുമ്പിൽ ജനാധിപത്യ ലോകം ഒരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു. നാളിതുവരെയുള്ള ഇതര സ്വാതന്ത്ര്യ ചരിത്രങ്ങളെ മാറ്റിയെഴുതിയതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുളിർക്കാറ്റായി ആരംഭിച്ച് കൊടുങ്കാറ്റിലേക്ക് രൂപാന്തരം പ്രാപിച്ച ആ ധർമ്മസമരത്തിന് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന ഖ്യാതി നേടിയ ബ്രിട്ടൻ്റെ പ്രതിരോധങ്ങളും മുടന്തൻ ന്യായവാദങ്ങളും തകർന്നു തരിപ്പണമായി. സ്വന്തം ചർക്കയിൽ നൂല് നൂറ്റിയെടുത്ത് തയ്ച്ചെടുത്ത പരുക്കൻ കതർ വസ്ത്രം കൊണ്ട് നാണം മറയ്ക്കുകയും മേൽവസ്ത്രം പരമാവധി ഉപയോഗിക്കാതിരിക്കുകയും ഉപവാസവും കൂട്ടപ്രാർത്ഥനയും യോഗ്യവരന്മാരെ അനുസ്മരിപ്പിക്കുന്ന ജീവിത രീതികളുമായി എത്തിയ ഗാന്ധി എന്ന വയോധികനായ മഹാത്മാവിൻ്റെ ശക്തിയും സ്വാധീനവും നിർണ്ണയിക്കുന്നതിലും വിലയിരുത്തുന്നതിലും ബ്രിട്ടനിലെ പ്രഭുക്കന്മാരും യാഥാസ്ഥിതികരുമായ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും ചരിത്രപരമായ പിശകാണ് സംഭവിച്ചത്. ദുർബലനും അർദ്ധനഗ്നനുമായ ഫക്കീർ എന്ന അവർ വിശേഷിപ്പിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ വ്യക്തി പ്രഭാവവും അംഗീകാരവും പ്രതിഭാസമെന്നോണം അന്നത്തെ ഭാരതീയ പൗരന്മാർ നെഞ്ചിലേറ്റിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞത്. ഭയരഹിതവും നീതിനിഷേധവും പക്ഷപാതാപരവും കൊളയടിക്കലും മുഖമുദ്രമാക്കിയ വൈദേശിക ഭരണത്തിൻ്റെ കീഴിൽ ശ്വാസം മുട്ടിക്കഴിയുകയായിരുന്നു ഇന്ത്യൻ ജനസമൂഹം. അതോടുകൂടി സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻകിരണങ്ങൾ ദർശിക്കുവാൻ വെമ്പുന്ന തരത്തിൽ ഉന്മേഷവാന്മാരായി കഴിഞ്ഞിരുന്നു. കൊള്ളയടിച്ച് മുടിപ്പിച്ച ഭാരതത്തെയും ഇവിടുത്തെ ജനങ്ങളെയും വിഭജിച്ചും ഭിന്നിപ്പിച്ചും പകുത്തു നൽകിയാണ് വിദേശികൾ കടൽ കടന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപ്രഭ തെളിഞ്ഞതിനെ തുടർന്ന് ആധുനിക ഭാരതം രൂപീകൃതമായിട്ട് 76 ആണ്ടുകൾ പിന്നിട്ടിട്ടും പരമോന്നതരും മാതൃകാപരിശുദ്ധരുമായ നേതാക്കൾ വിഭാവനം ചെയ്ത അടിസ്ഥാന സ്വപ്നങ്ങളിൽ പലതും കിനാക്കളായി തന്നെ നിലനിൽക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ അടിസ്ഥാന വളർച്ച പൂർണ്ണമായും എന്ന തരത്തിൽ തന്നെ തഴയപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രസമ്പത്ത് വ്യക്തിയധിഷ്ഠിതമായി സ്വകാര്യ സംരംഭങ്ങളിലും കോർപ്പറേറ്റ് കച്ചവടക്കാരിലേക്കും എത്തപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം നിലനിൽക്കുകയാണ്. ഭരണകൂട അഴിമതികളുടെ ഞെട്ടിപ്പിക്കുന്നതും നാണിപ്പിക്കുന്നതുമായ വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാതായിരിക്കുന്നു. സ്വന്തം രാജ്യത്ത് സാമ്പത്തിക ക്രമക്കേടും കുറ്റകൃത്യവും ചെയ്ത് വിദേശത്ത് അഭയം തേടിയിരിക്കുന്നവർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ കേന്ദ്ര മന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും മത്സരിക്കുകയാണ്. രാജ്യത്ത് അധിവസിക്കുന്ന മനുഷ്യർക്കും അവരുടെ ക്ഷേമത്തിനും തെരുവ് നായ്ക്കളുടെ വില പോലും കൽപ്പിക്കാത്ത മന്ത്രിമാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. മതയാധിഷ്ഠിതത്വത്തിൻ്റെ മനോഭാവം ഉൾക്കൊണ്ടവർ ന്യൂനപക്ഷ സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഹിതകരമല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചും പരിഹസിച്ചും ഭരണത്തിലിരിക്കുന്നു. ആധുനിക കാലത്ത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ബോധം തിരിച്ചറിയാതെ പോയി വഞ്ചിക്കപ്പെട്ടതിൻ്റെ പരിണിത ഫലമാണ് ഇത്തരം കറുത്ത സംഭവങ്ങൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും പല സ്ഥലത്തു നിന്നും ചിത്രത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെടുകയോ മായ്ച്ചു കളയപ്പെടുകയോ ചെയ്യുന്നു. ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നോ മഹത്തായ ആപ്തവാക്യത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നതിൽ അലസതയുടെ പരിണാമഫലം ക്രൂരമായിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യർക്ക് അവർ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും അറിയില്ലെന്നാണ് യാഥാർത്ഥ്യം. നിരക്ഷരതയും തൊഴിൽ മേഖലയും ചൂഷണവും നിർബാധം തുടരുന്നു. രാഷ്ട്രീയ സാമൂഹിക ബോധം അവൻ വളർത്താതെ ജാതി സമുദായ അഭിരുചികൾക്കും കഴിവുകൾക്കും അനുസരിച്ച് വളർത്താൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് ഖലീൽ ജിബ്രാൻ എന്ന മഹാനായ കവിയുടെ വാക്കുകൾ ശ്രദ്ധേയമാവുക. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. They come through you but not from you, and through they are with you, yet they belong not to you. You may give them your love but not your thoughts, for they have their own thoughts. You may house their bodies but not their souls, for their souls dwell in the house of tomorrow, which you cannot visit, not even your dreams. You may strive to be like them, but seek not to make them like you, for life goes not backwards, nor tarries with yesterday. നസ്രത്തിലെ വീട്ടിൽ ഈശോ വളർന്നു വന്നതുപോലെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന തിരുവചനവും നമ്മൾ ഇതിൻ്റെ കൂടെ വായിക്കേണ്ടതാണ്. നമ്മുടെ മക്കളും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരട്ടെ.
എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ.